ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടിയാണ്, ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ റേസിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ചോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ 1-2 കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസ് കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം, കാരണം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറിയിട്ടുണ്ട്. പൊടി കയറി ബ്ലോക്കായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, പക്ഷേ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്കുന്നുണ്ട്. CVT ക്ലച്ചാണ്. നമുക്ക് ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിനകത്തുണ്ട്, ക്ലച്ച് ഷൂവിൻ്റെയും ബെൽറ്റിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളോ നിലവിലില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കമ്പനി ബെൽറ്റിനാണ് കിടക്കുന്നത്. അതിൻ്റെ കട്ടയ്ക്ക് വേറെ പ്രോബ്ലമോ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ബെൽറ്റാണ് കിടക്കുന്നത്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് സെൽഫ് മോട്ടറിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്, അതിൻ്റെ പെർഫോമൻസും ഓക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ക്ലച്ച് ബാക്കിലത്തെ പുള്ളി വീല് നമ്മളൊന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാരണം വെച്ചാൽ അത് നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ഗ്രീസിങ് നടത്തേണ്ടതാണ്. അപ്പോൾ ചെറിയൊരു തുരുമ്പ് പോലെ കണ്ടതുകൊണ്ട് നമ്മളത് കൈയോടെ അഴിച്ചത് ഗ്രീസിങ് കൂടി കൂട്ടത്തിൽ കൂടെ നടത്തി വിടുന്നുണ്ട്. പിന്നെ ക്ലച്ച് വെയിറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കി, നിലവിൽ വേറെ പ്രോബ്ലമില്ല. ക്ലച്ചുള്ള ഔട്ടർ യൂണിറ്റ് ആയാലും അത്യാവശ്യം ഒന്ന് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി കയറ്റിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ആ ക്ലച്ച് ചില ഭാഗങ്ങൾ പിടിക്കാണ്ട് പോകുന്നതിൻ്റെയാണ് ആ ചെറിയൊരു ജർക്കിങ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പേപ്പർ ഭാഗം ഒന്ന് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്താൽ റെഡി ആയിക്കോളൂ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഓയിൽ ലെവൽ കറക്റ്റ് കഷ്ടിയുള്ളൂ, തന്നെയല്ല ഓയിലിൽ നിന്ന് കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ കൂടെ ആ ഗിയറിൻ്റെ ഓയിൽ കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് പോകാം. പിന്നെയുള്ളത് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ചിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഓവർ റേസിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് കൂടാതെ കൊണ്ട് ഓവർ റേസിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ ചോക്ക് കാർബറേറ്റർ പറഞ്ഞാൽ ഈ ചോക്ക് യൂണിറ്റ് ജാമായിട്ടിരിക്കുക. ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ റിട്ടേൺ വരണം. ഇപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനും കൊണ്ട് സാധാരണ രീതിയിൽ തിരിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഇത് പിടിപ്പിക്കുന്ന ഈ പ്ലേറ്റ് വന്ന ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ജാമായകണമാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. സ്ലോ ജെറ്റൊക്കെ ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. തൽക്കാലം നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കാർബറേറ്ററിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഈ ഐറ്റം ജാം ആവാന്ന് പറഞ്ഞാൽ പിന്നീട് റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കാനും സാധ്യതയുള്ള സംഭവമാണ്. തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം. ഇനി ഓവർഫ്ലോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്കിൻ്റെ കേബിളൊക്കെ നല്ല കേബിളാണ്, വർക്കിംഗ് ആണ്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റണം കേട്ടോ. ഓൾറെഡി അത് അഡ്ജസ്റ്റ് ചെയ്യാനില്ലാത്ത കണ്ടീഷനിൽ റേസ് ആവുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് വീലും കൂടി നമുക്കൊന്ന് അഴിച്ച് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേബിളുകളൊന്നും വേറെ പ്രോബ്ലം കാണുന്നില്ല. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ നല്ലൊരു വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. ഏകദേശം നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.86 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ് കാണിക്കുക. ബാറ്ററി കംപ്ലൈൻ്റ് ആണ് മീറ്ററിനകത്ത് കാണിക്കുക. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2022 ബാറ്ററിയാണ്. എന്തായാലും നമുക്ക് ബാറ്ററിയുടെ എൻഡാണ്, ആ വാറണ്ടിയുടെ എൻഡായിരിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചാൽ ഏകദേശം 2 വർഷമായിട്ടുണ്ട്. സെൽഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ. അതുകൊണ്ട് തൽക്കാലം സെൽഫൊക്കെ അടിക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം അങ്ങനെ ഓടട്ടെ. പക്ഷേ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. വാറണ്ടി പീരീഡ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അത് നമുക്ക് ഈ ബാക്കിലത്തെ ഈ ബോക്സിൻ്റെ ഈ സൈഡിലായിട്ട് അതിൻ്റെ ലൊക്കേഷൻ വരാം. അപ്പോൾ അത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സ്പോഞ്ചൊക്കെ പൊടിഞ്ഞൊടിക്കുന്നുണ്ട്. ഫോം ടൈപ്പാണ് തന്നെ, അത് നമ്മൾ പൊടിഞ്ഞൊടിക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിടണം കേട്ടോ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നല്ല പ്ലഗാണ് കിടക്കണം, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി മാറാനുണ്ട്. ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റാനുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. പിന്നെ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാറ്ററി കംപ്ലയിൻ്റ് ആണെങ്കിൽ കൂടി തൽക്കാലം അതങ്ങനെ നല്ല നിൽക്കട്ടെ. എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തിടാനുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. കാർബറേറ്റർ നമ്മൾ തൽക്കാലം ക്ലീൻ ചെയ്താണ് കയറ്റണേ. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ് എന്തെങ്കിലും കാണിക്കുമെന്ന് നോക്കാം. കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം
നമുക്ക് 2000 ചില്ലാൻ രൂപ വില തന്നെയാണ് സംഭവം. അപ്പോൾ കാർബറേറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. തൽക്കാലം നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമ്മളിപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് ബാക്കിയത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.